Hello dears, Assalamu alaikum, Namaskaram. It's me Raihana Jaffer. Welcome back to my channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ചേനക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആണ്. നല്ല ബീഫ് കറിയുടെ ടേസ്റ്റുള്ള ഈ ഒരു ചേനക്കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഇതുപോലെ ക്യൂബ്സ് ആക്കിയിട്ട് ചേന കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ കൂടെ ഞാനൊരു സവാള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു തക്കാളി, അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ളൊരു തക്കാളി, പിന്നെ ഒരു 2 പച്ചമുളക് നെടുകെ കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്, ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയാണ്, അത് ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി ഒരു 1.5 സ്പൂൺ മുളക് പൊടി. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് മല്ലിപ്പൊടിയാണ് കേട്ടോ. അത് ഞാൻ ഏകദേശം ഒരു 4 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബീഫ് കറിക്കൊക്കെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കില്ല, അതുപോലെ തന്നെ നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് വേണ്ട, എന്നാലും ഒരു അത്യാവശ്യം മല്ലിപ്പൊടിയാണ് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു ടീസ്പൂൺ അളവിലാണ് ഇട്ടിട്ടുള്ളത്. 4 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളൊക്കെ പറയും അത്ര, ഒരു 1/4 ടീസ്പൂണിലും കുറവായിട്ട് ജീരകം, വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ചേന വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കർ മൂടി വെച്ചിട്ട് നമ്മൾ ഏകദേശം ഒരു 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനെന്താ ഈ ഒരു ചേന മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കൊരു 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കറിയാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതാ 3 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓഫ് ചെയ്ത് വെച്ച് ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് ഒന്ന് തൂമ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് തൂമ്പിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ ആയിട്ട് വന്നപ്പോഴേക്കും അത് ഉമ്മ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കറിവേപ്പിലിട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് തൂമ്പിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക, വറവിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള, കണ്ടാൽ തന്നെ ബീഫ് കറിയുടെ അതുപോലെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചേനക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണ്, നമ്മുടെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, ടാറ്റാ, ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.